മൂവി ആദ്യമേ മൂന്നാമത് പുള്ളി എടുത്താൽ മതിയായിരുന്നല്ലേ? ആൾക്ക് രണ്ടാമത് എടുത്തതായിപ്പോയി. മഹാ ബോറായിരുന്നു. പോസിറ്റീവായിട്ടൊന്നും പറയാനില്ല, മൊത്തം നെഗറ്റീവായിട്ട്. പക്ഷെ ആദ്യമേ അങ്ങ് മൂന്നാമത് പാട്ട് എടുത്തിട്ട് ട്രെയിലർ കൊള്ളാല്ലേ ലാസ്റ്റ് കാണിക്കുന്നത്? ട്രെയിലർ ഇനിയിപ്പോൾ ഇതും ട്രെയിലർ കൊള്ളായിരുന്നല്ലോ. ഇന്ത്യൻ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ 2 എന്ന് പറയുന്നത് വേറൊരു സ്റ്റൈലാണ്. അതെയാ, വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ 3ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എടുത്തു പറയാൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും അവസാനം കുറച്ചുകൂടെ പഞ്ചിങ് വേണമായിരുന്നു. ബാക്കിയെല്ലാം റിവ്യൂ അറിഞ്ഞാണോ അന്ന് അറിയാതെയാണോ വന്നത്? അറിയാവുന്നതാണോ? ഇഷ്ടപ്പെട്ടായിരുന്നു? ഇഷ്ടപ്പെട്ടായിരുന്നു എടുത്ത് പറയാൻ വേണ്ടി. നല്ല സ്റ്റോറി. ഫസ്റ്റ് ഇപ്പോൾ നെഗറ്റീവ് ആയിരുന്നു. ആ റിപ്പോർട്ട് കണ്ടായിരുന്നു? ഞാൻ കണ്ടില്ല. ഇഷ്ടപ്പെട്ടായിരുന്നു? ശരിക്കും എന്താ പറയുക, നമ്മൾ കുറേ സോഷ്യൽ മീഡിയ റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരു സിനിമ അടിപൊളിയായിട്ടുണ്ട്, ശരിക്കും കണ്ടുകൊണ്ടിരിക്കാം, നല്ലൊരു സിനിമ. കാരണം ഓവറോൾ അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ പഴയ പോലെ തന്നെയാണ്, സെയിം തീം തന്നെയാണ് കൊണ്ടുപോയത്. പക്ഷേ എങ്കിലും ടെക്നിക്കലി ഭയങ്കര രസകരമായി ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഒരു തേർഡ് പാർട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു, കാരണം അത് എൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയിലാണ്. ശരിക്കും നമ്മൾ എൻ്റർടൈനിങ് ആണ് സിനിമ, ശരിക്കും കണ്ടുകൊണ്ടിരിക്കാം, ഒട്ടും ബോറടിക്കില്ല. നന്നായി. ഒത്തിരി നെഗറ്റീവ് റിവ്യൂ കണ്ടു ഞാനത്, പക്ഷേ ഞാനും ഒരു ഡൗട്ട്ഫുൾ ആയിട്ട്, പിന്നെ കമൽഹാസനായതിൻ്റെ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് കണ്ടത്. പക്ഷെ നന്നായിട്ടുണ്ട്, ശരിക്കും ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് സിനിമ. അയാളുടെ ഈ ഒരു വയസ്സിൽ ഇപ്പം നമ്മൾ മമ്മൂട്ടി ചെയ്യുമ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് പറയുന്ന അതേ എക്സൈറ്റ്മെൻറ്റ് ഇതിനും കൊടുക്കണം, കാരണം അത്രയേറെ നല്ല ആക്ഷൻസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ്. ടെക്നോളജി വൈസ് ഒത്തിരി ഗ്രാഫിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. AI-യുടെ സപ്പോർട്ട് കൂടി നെടുമുടി വേണുവിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും രസകരമായ സംഭവം. കാരണം ഒരു വ്യക്തി അയാൾ ഇപ്പം ജീവിച്ചിരിപ്പില്ല, പക്ഷേ അങ്ങനെ ഒരു എനിക്കൊരു ആ ഒരു AI ടെക്നോളജി ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ. കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വിഷ്വൽസ് ഉണ്ട്, രസകരമായി ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സിനിമ ആക്ച്വലി പാർട്ട് 2 കാണണം, തിയേറ്ററിൽ തന്നെ കാണണം. നല്ല സിനിമ. ഇന്ത്യയിൽ എനിക്ക് അത്ര വർക്കായില്ല പറഞ്ഞു. ഒരു എക്സ്പെക്ടേഷൻ കൂടിയോണ്ടല്ലോ ആണോ? അല്ല, സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ അത് അത്ര പോരായിരുന്നു. അപ്പോൾ സിനിമ കണ്ടപ്പോഴത്തേക്ക് അത് അത്ര പോരാ. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ 3 ഇവർ 2 ആയിട്ട് ഇറക്കിയാൽ മതിയായിരുന്നു എന്നാണ് തോന്നുന്നത്. അതിൻ്റെ ട്രെയിലർ കൊള്ളായിരുന്നു. ബാക്കിയൊക്കെ എന്താ പറയുക, ചുമ്മാ ഒരു എന്താ പറയുക, തെലുങ്ക് പടത്തിനേക്കാളും മോശമായിരുന്നു. നല്ല ബ്രോ, ഫസ്റ്റ് ഡേ ഉള്ള റിപ്പോർട്ട് കണ്ടാണോ വന്നാലേ കാണാതാണോ വന്നത്? എങ്ങനെയാണ്? ഞാൻ റെസ്പോൺസ് കണ്ടു തന്നെ എന്തായാലും കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഓക്കെ ആയില്ല, ഒട്ടും വർക്കായില്ല. പക്ഷേ എന്തുകൊണ്ട് നെഗറ്റീവ് റിവ്യൂസ് ഒന്നും അറിഞ്ഞു കാരണം ഫസ്റ്റ് ഡേയിലെ നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു വന്നതല്ല. കംപ്ലീറ്റ് നെഗറ്റീവ് റിവ്യൂ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല സജക്ഷനൊക്കെയാണ് പറയുന്നത്, നല്ല സിനിമയാണ്. ഈ കാലത്ത് നമ്മളെല്ലാവരും ഉൾക്കൊണ്ട ഒരു കൂടെ. അത് എന്തുകൊണ്ട് നെഗറ്റീവ് റിവ്യൂസ് ഒന്നും ഇപ്പോൾ മനസ്സിലാകുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല ഇഷ്ടമാണ്. കുറച്ച് ലെങ്ത് കൂടുതലുണ്ട്, കുറേ ഇടയ്ക്കിടയ്ക്ക് ലാഗാകുന്നുണ്ടെന്നുള്ള സത്യമുണ്ട്. അല്ലാതെ ഓക്കെയാണ്. ഇഷ്ടപ്പെട്ടായിരുന്നു. റിവ്യൂസ് ഒക്കെ അറിഞ്ഞാണോ വന്നല്ലേ, അറിയാതെ വന്നതാണോ? കമൽഹാസനും അല്ല അറിഞ്ഞാണോ വന്നല്ല, അറിയാതെ വന്നതാണോ? ഞാൻ റിവ്യൂ നോക്കിയില്ല. ഇപ്പോൾ ഫസ്റ്റ് ഡേ ധാരാളം നെഗറ്റീവ് റിപ്പോർട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പം മിക്സഡാണ്. കുറച്ച് ഓവറായിപ്പോയി, കുഴപ്പമൊന്നുമില്ല. അനിരുദ്ധിൻ്റെ മ്യൂസിക് എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? കമൽഹാസൻ ആക്ടിങ് അല്ലേ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും?